മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് ഇത്തവണയും പരിഹാരമില്ല. ആദ്യഘട്ട അലോട്ട്മെന്റിൽ പുറത്തായത് 1,00,000-ലേറെ വിദ്യാർത്ഥികൾ. നിലവിലുള്ള ഒഴിവുകൾ നികത്തിയാലും 76,000-ലധികം വിദ്യാർത്ഥികൾ പെരുവഴിയിലാകും. ഇതാണ് മലബാർ ജില്ലകളിൽ +1 പ്രവേശനത്തിനായി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെയും ആകെയുള്ള സീറ്റുകളുടെയും എണ്ണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളുടെയും ബാക്കി വരുന്ന സീറ്റുകളുടെയും എണ്ണം ഇങ്ങനെ. അതായത് ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ നിന്നും പുറത്തായത് 1,20,606 വിദ്യാർത്ഥികൾ. ഒഴിവ് വരുന്ന സീറ്റുകൾ നികത്തിയാലും 76,470 വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനമെന്ന സ്വപ്നം നേടാനാകില്ല. യോഗ്യത നേടിയിട്ടും മലബാറിലെ കുട്ടികൾക്ക് തുടർ പഠനം അന്യമാകുകയാണ്. കൃത്യമായി പഠനം നടത്തിയ കമ്മീഷനാണ്, സർക്കാർ തന്നെ നിശ്ചയിച്ച കമ്മീഷനായിരുന്നു കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട്. ആ കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാന സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും അതുപ്രകാരമുള്ള നടപടിക്രമങ്ങൾ സർക്കാർ നടപ്പിലാക്കുകയും വേണം. ആനുകാലിക സീറ്റ് വർധനവ്, താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുക തുടങ്ങിയ പൊടിക്കൈകൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നിലവിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകില്ല. ക്യാമറമാൻ മനീഷ് പെരുമണ്ണക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.